ഇരുവരുടെയും പ്രണയ നിമിഷങ്ങളും ഭാര്യയും ഭർത്താവുമായ ശേഷമുള്ള അതുല്യ നിമിഷങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കേക്ക് മുറിക്കുന്നതിനുള്ള ഇടയുള്ള ഒരു രസകരമായ ഒരു സംഭവമാണ്. കേക്ക് മുറിച്ച് അനുവിന്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഭുവൻ അനുവിനെ ഒന്ന് ഉമ്മ വയ്ക്കുന്നുണ്ട്. എന്നാൽ അനു പിന്നീട് കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഭുവനെ ചുംബിക്കുന്നത് നമ്മൾ കാണാം. എന്നാൽ പിന്നീട് അനുവിനോടുള്ള സ്നേഹം കൂടി അനുവിനെ അമർത്തി ചുംബിക്കുന്ന ഭുവനെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതിനു മുൻപും ഇതിനു മുൻപും ഭുവനും അനുവും പങ്കുവച്ച ഒരു വീഡിയോയിലും ഇതേ വിഷ്വൽ നമ്മൾ കണ്ടു. അനുമോളെ കല്യാണം കഴിച്ചത് ഇപ്പോഴും ഭുവന് സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് എന്ന് നമുക്ക് തോന്നും. ഭുവൻ അത്രയും അനുമോളെ സ്നേഹിക്കുന്നുണ്ടെന്നും വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവും. വിവാഹ റിസപ്ഷന്റെ ഓരോ നിമിഷങ്ങളും അനുമോളും ഭുവനും എൻജോയ് ചെയ്യുകയായിരുന്നു. ഒരു സ്വപ്ന തുല്യമായ വിവാഹം തന്നെയായിരുന്നു അനുമോൾക്ക്. അനുമോൾ ആഗ്രഹിച്ചതുപോലെ 2 വ്യത്യസ്ത വേഷങ്ങളിലാണ് വിവാഹ റിസപ്ഷന് അനുവെത്തിയത്. ഒരു നേവി ബ്ലൂ, ഒരു റോയൽ ബ്ലൂ കളറിലുള്ള ഒരു ഗൗണും ഒരു സിൽവർ കളറിലുള്ള ഒരു ഗൗണുമാണ് അനുമോൾ അണിഞ്ഞിരുന്നത്. അതീവ സുന്ദരിയായിട്ടാണ് അനുമോൾ എത്തിയത്. ഒരു സിൽവർ ഗോൾഡ്, ഒരു മാലാഖയെ പോലെ, നമ്മൾ സ്വർഗത്തിലേക്ക് കാണുന്ന മാലാഖയില്ലേ, അതുപോലെ ഒരു ലുക്കിലൊക്കെയാണ് അനുമോൾ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ എൻജോയ് ചെയ്തു. തന്റെ വിവാഹം എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അനുമോൾ എൻജോയ് ചെയ്തു. ഭുവൻ തമിഴ്നാട്ടുകാരനാണ്. ചെന്നൈയിലാണ് ഭുവന്റെ കുടുംബമൊക്കെ. അമ്മയും ഭുവനുമാണ് പ്രധാനമായിട്ടുള്ളത്. വലിയ കുടുംബമായിട്ടൊന്നും ബന്ധമുള്ളവരോ അല്ലെങ്കിൽ വലിയ കുടുംബാംഗങ്ങളുള്ളവരോ ഒന്നുമല്ല ഭുവൻ. ഭുവനും അമ്മയും സ്വസ്ഥമായി സന്തോഷത്തോടെയും കഴിയുകയാണ്. ഭുവൻ നടനാണ്, അഭിനേതാവാണ്, റീലൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരു ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. മാത്രമല്ല പല പല ഷോകളിലും അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ച് ഒരു ഷോയിൽ, കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു ഷോയിൽ പങ്കെടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അങ്ങനെ ഇതൊരു ലവ് അറേഞ്ച്ഡ് മാരേജ് എന്നൊരു ഗണത്തിലേക്ക് ഇത് മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഭുവനുമായി പ്രണയത്തിലായതും കല്യാണം നിശ്ചയിച്ചപ്പോഴുമൊക്കെ തന്നെ വല്ലാതെ അലട്ടിയത് ഒരു വലിയ ബുദ്ധിമുട്ടാണെന്ന് തുറന്നു പറയുകയാണ് അനുമോൾ. തനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ താൻ ആരോടും അത് പറഞ്ഞില്ല. പക്ഷേ ഭുവൻ ഇങ്ങോട്ടത് പറഞ്ഞു. തന്നെ മനസ്സിലാക്കിയെന്ന് നിറകണ്ണുകളോടെയാണ് അനുമോൾ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്താണ് അനുവിന്റെ വീട്. അപ്പോൾ കൊച്ചിയിൽ പോയാലോ ചെന്നൈയിൽ പോയാലോ ലോകത്തെവിടെ പോയാലും തിരികെ തിരുവനന്തപുരത്ത് എത്തണം എന്നാണ് അനുവിന്റെ ആഗ്രഹം. എന്നാൽ അത് അനു ആരോടും പറഞ്ഞില്ല. കാരണം ഭുവനോട് എങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ. തന്റെ വീടും വീട്ടുകാരും തന്റെ നാടും വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അനുവിന്റെ ആ മനസ്സ് ഭുവൻ മനസ്സിലാക്കി. അങ്ങനെ നിനക്ക് നിന്റെ വീടും നിന്റെ നാടും ഒക്കെ വിട്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എനിക്കാണെങ്കിൽ എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. വർക്ക് ഫ്രം ഹോം ആണ് ഭുവൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങാം. ഫ്ലാറ്റ് ജൂണിൽ വാങ്ങുന്നു. അതുമുതൽ അവരിവിടെ താമസമാകുന്നു. അങ്ങനെ അനുവിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് തൻ്റെ നാടും നാട്ടുകാരും വീടും വീട്ടുകാരും എല്ലാം വിട്ട് ഭുവൻ വന്നിരിക്കുകയാണ്. അനുമോളുടെ വിവാഹ വാർത്ത എത്തിയതിന് പിന്നാലെ എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴാണ് ലക്ഷ്മി നക്ഷത്രയുടെ കല്യാണം എന്ന്. ലക്ഷ്മി നക്ഷത്ര എത്ര നാളാണ് ഇങ്ങനെ സിംഗിളായി ജീവിക്കാൻ പോകുന്നത്, ഒരു കൂട്ട് വേണ്ടേ എന്നൊക്കെ ആരാധകർ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്താണെങ്കിലും തമാശയായിട്ടാണെങ്കിലും ലക്ഷ്മി നക്ഷത്ര ആ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അനുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ എൻ്റെ കല്യാണമാണെന്നാണ് ലക്ഷ്മി നക്ഷത്ര തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിന് നിരവധി കമന്റുകളും വരുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രയുടെ കല്യാണം ഉടൻ തന്നെ കാണുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല വരൻ സ്റ്റാർ മാജിക്കിൽ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ലക്ഷ്മിയുടെ വരൻ സ്റ്റാർ മാജിക്കിൽ ഉണ്ടെന്നൊരു രഹസ്യം എല്ലാവരും പറയുന്നുണ്ട്. ഇതോടെ പല പല പേരുകളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. സ്റ്റാർ മാജിക്കിൽ നിന്നും ഒരു താരം വിവാഹത്തിലേക്ക് വരുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയ ഒരാളാണ് ലക്ഷ്മി നക്ഷത്ര. അത്രയും സ്ട്രോങ് ആയ ഒരു കണ്ടസ്റ്റന്റ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.